പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 2-ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 2 ഫങ്ഷൻസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷനും അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും പറയുകയാണ്, നന്നായി പഠിച്ചിട്ട് വേണം പോകാൻ. അടുത്തതാണ് ലോജിക്കൽ ഫങ്ഷൻസ്. ഓക്കെ, ലോജിക്കൽ ഫങ്ഷൻസിൽ വരുന്ന ഫങ്ഷൻസ് ആണ് ഏതൊക്കെ? ഈഫ് ഫംഗ്ഷൻ, നെസ്റ്റഡ് ഈഫ് ഫംഗ്ഷൻ, ആൻഡ് ഫംഗ്ഷൻ, ഓർ ഫംഗ്ഷൻ. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ലോജിക്കൽ ഫങ്ഷൻസ് ഇൻ ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലോജിക്കൽ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 അവിടെ എഴുതാൻ പറ്റണം. അതിൻ്റെ യൂസും പഠിച്ചു വയ്ക്കണം, അതേപോലെ തന്നെ അതിൻ്റെ സിൻറ്റാക്സും പഠിച്ചു വയ്ക്കണം. ഓക്കെ, അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണെന്ത്, മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണെന്ത്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഏതൊക്കെയാണ് വരിക? ഒന്ന് സമ്മ്, രണ്ടാമത്തെ സം ഈഫ്, പിന്നെ റൗണ്ട് അപ്പ്, റൗണ്ട് ഡൗൺ. ഓക്കെ, അതിലെ റൗണ്ട് അപ്പ് റൗണ്ട് ഡൗണിൻ്റെയൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, നമ്പർ തന്നിട്ട് റൗണ്ട് അപ്പ് റൗണ്ട് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കി വയ്ക്കണം കേട്ടോ. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഏതൊക്കെയാണ് വരിക? സമ്മ്, സം ഈഫ്, റൗണ്ട് അപ്പ്, റൗണ്ട് ഡൗൺ. ഓക്കെ, അടുത്ത ടെക്സ്റ്റ് ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്തിട്ട് 2-3 തവണ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് പഠിച്ചു വയ്ക്കണേ. ടെക്സ്റ്റ് ഫംഗ്ഷൻ ഏതൊക്കെയാണ്? ടെക്സ്റ്റും കോൺകേറ്റ്നേറ്റും. ഓക്കെ, ഒരു നമ്പറിനെ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ ടെക്സ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. കോൺകേറ്റ്നേറ്റ് ഫംഗ്ഷൻ എന്തിനാ ഉപയോഗിക്കാം? ഡിഫറെൻറ്റ് സെൽസിനെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ സെല്ലിലേക്ക് കൊണ്ടുവരാനാണ് കോൺകേറ്റ്നേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. നമ്മൾ ലേബിൾ ചെയ്തിട്ടുള്ളൊരു ഭാഗമാണ് കോൺകേറ്റ്നേറ്റ്. അഡ്രസ്സ് ഒറ്റ സെല്ലിലേക്ക് കൊണ്ടുവരാനൊക്കെ, അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ കോൺകേറ്റ്നേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഫംഗ്ഷനാണ് ഉള്ളത് ടെക്സ്റ്റ് ഫംഗ്ഷനിൽ. ഒന്ന് ടെക്സ്റ്റും രണ്ടാമത്തത് കോൺകേറ്റ്നേറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഫങ്ഷൻസ് പറയുന്നത്. പിന്നെ ഡാറ്റ വാലിഡേഷൻ പറയുന്നുണ്ട്. ഡാറ്റ വാലിഡേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ലാബ് എക്സാമിന് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു അതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് പഠിച്ചു വയ്ക്കണം കേട്ടോ. ഡാറ്റയിൽ പോയിട്ട് വാലിഡേറ്റ്, ഡാറ്റ മെനുവിൽ വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ കണ്ടീഷൻ ഫോർമാറ്റ് കണ്ടീഷൻ ഫോർമാറ്റിംഗ്. ഓക്കെ, അതൊക്കെ അതിൻ്റെ സ്റ്റെപ്പ് പഠിച്ചു വയ്ക്കണം. ദെൻ പിവോട്ട് ടേബിൾ നമ്മൾ ലാബ് എക്സാമിന് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേബിളിൻ്റെ മോർ അട്രാക്റ്റീവ് ഫോമിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? പിവോട്ട് ടേബിൾ ഉപയോഗിക്കാം. Okay, pivot table is useful if we have long rows or columns that hold values and to track the sums of and easily compare to one another. Okay, അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ സ്റ്റെപ്പ് പഠിച്ച് വയ്ക്കുക. ഡാറ്റയിൽ പോയിട്ട് പിവോട്ട് ടേബിൾ, അതിൻ്റെ യൂസേഴ്സ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, പിവോട്ട് ടേബിളിൻ്റെ യൂസേഴ്സ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിവോട്ട് ടേബിൾ എന്തിനാണ് ഉപയോഗിക്കുക? ലാർജ് ഡാറ്റ സെറ്റിനെ സമ്മറൈസ് ചെയ്യാനാണ് പിവോട്ട് ടേബിൾ ഉപയോഗിക്കുക. ദെൻ ഡാറ്റ സോർട്ട് ചെയ്യാൻ ഈസിയാണ്, ഫിൽട്ടർ ചെയ്യാനും സോർട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ അതേപോലെ അട്രാക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അതിൻ്റെ യൂസസ് ആയിട്ട് നമുക്ക് പറയാം. ഇത്രയാണ് 2ാമത്തെ ചാപ്റ്ററിൽ വരുന്ന പോർഷൻസ്. ഇപ്പോൾ 2ാം ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? 2ാം ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് എന്താണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കണം. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു വയ്ക്കണം. പിന്നെ ഡാറ്റ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഒരു സെല്ലിൽ ഡാറ്റ എൻറ്റർ ചെയ്യാൻ പറ്റുക, അത് പഠിച്ചു വയ്ക്കണം. സെൽ റെഫറൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 5 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ അത് പഠിക്കണം കേട്ടോ. ഇനി ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.